Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ വെള്ളിയാഴ്ച എൻ്റെ ഒരു ക്ലാസ് വരുന്നുണ്ട്. ആ ക്ലാസ്സിൽ ആദ്യാൻസ് എടുക്കും കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കയറി ലാസ്റ്റത്തെ ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്കൊരു കുറച്ചും കൂടെ ഒരു ഫോർമുലാസ് മാത്രമേ പറയാനായിട്ടുള്ളൂ. ക്വാളിറ്റി മാനേജ്മെന്റിനകത്ത് നമ്മൾ 26 വരെ പറഞ്ഞു നിർത്തിയിരുന്നു കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റിലെ 26ാമത്തെ ഫോർമുല വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇനി 26th വരെ നമ്മൾ പറഞ്ഞു കേട്ടോ. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ് അവിടെ വരെ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് 27th ഫോർമുലയാണ് കേട്ടോ. നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ് കേട്ടോ. മോക്ക് ഡ്രിൽസിൽ നമ്മൾ ഒബ്സർവ് ചെയ്യപ്പെടുന്ന വാരിയേഷൻസുകളുടെ എണ്ണം, വ്യതിയാനങ്ങളുടെ എണ്ണം. അപ്പൊ നമ്മള് അത് പറഞ്ഞിരുന്നു അല്ലെ, ക്വാളിറ്റി അഷ്വറൻസ് പറഞ്ഞപ്പോ പറഞ്ഞതാണ്. മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ് അല്ലെ. എന്തെങ്കിലും എമർജൻസി വരുമ്പോ, എന്തെങ്കിലും ഡിസാസ്റ്ററോ അല്ലെ, അങ്ങനെ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ വരുവാണെങ്കിൽ അതിനൊരു കരുതല് അല്ലെ, പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റിനെയാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ മാത്രമല്ല, മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിന് അനുസരിച്ചിട്ടാണ് ഇപ്പോഴും നമ്മൾ മോക്ക് ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക കേട്ടോ. അത് തന്നെ കറക്റ്റ് ആണ്. എന്തിന്റെ ട്രെയിനിങ് ആണ് കേട്ടോ. അപ്പൊ നോക്കുക, മോക്ക് ഡ്രിൽ ഈസ് എ സിമുലേഷൻ എക്സസൈസ് ഓഫ് പ്രിപ്പയർഡ്നെസ് ഫോർ എനി ടൈപ്പ് ഓഫ് ഇവന്റ്. ഇറ്റ് കുഡ് ബി an event or a disaster. This is basically a dry run or preparedness drill. For example, fire mock drill, disaster drill, code blue drill, ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഡ്രിൽ. ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. ഒരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ്. ഒരു എന്താണ്, നിങ്ങൾ പറഞ്ഞ പോലെ ട്രെയിനിങ് ഒരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇവന്റ്, എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ എമർജൻസി ഒക്കെ വരുമ്പോ പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ്. എക്സാമ്പിൾ ഫയർ മോക്ക് ഡ്രില്ല് അല്ലെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഡിസാസ്റ്റർ ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. കോഡ് ബ്ലൂ ഡ്രില്ല്, ഹോസ്പിറ്റലാണെങ്കിൽ കോഡ് ബ്ലൂ ഡ്രില്ല്. പിന്നെ ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഡ്രിൽ, ഇപ്പൊ നമ്മൾ കോവിഡ് ഒക്കെ വന്നപ്പോ ചെയ്ത പോലത്തെ ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഡ്രിൽ അല്ലെ. ഓക്കെ, അതുപോലെ വാറ് വരുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മോക്ക് ഡ്രില്ല് കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ഈ വർഷം അല്ലെ, നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു വാറിന്റെ ഇഷ്യൂസ് ഒക്കെ വന്ന സമയത്ത് ഒരു മോക്ക് ഡ്രില്ലൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഫോർമുല എന്തായിരിക്കും വരിക? ഫോർമുല നോക്കുക കേട്ടോ. ഫോർമുല ഇതാണ്: ടോട്ടൽ നമ്പർ ഓഫ്, അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു വാരിയേഷൻസ് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്. അന്ന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിന് അനുസരിച്ചിട്ടാണ് മോക്ക് ഡ്രിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ പ്രൊസീജിയറിൽ നിന്നും നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ആ മോക്ക് ഡ്രിൽ നമ്മൾ നടപ്പിലാക്കുമ്പോ നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ നിന്നൊക്കെ എന്തൊക്കെ വാരിയേഷൻസ് അവിടെ വരുന്നുണ്ട് അല്ലെ. നമ്മള് പ്രൊസീജിയർ എഴുതി ഉണ്ടാക്കുന്നതും നമ്മളത് നടപ്പിലാക്കുമ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം, വ്യതിയാനങ്ങൾ വരാം അല്ലെ. അപ്പൊ ആ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ നിന്നും അത് നടപ്പിലാക്കിയപ്പോൾ, എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എന്തൊക്കെ വാരിയേഷൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ അവിടെ കണക്കിലെടുക്കുന്നത്. അപ്പൊ എങ്ങനെയാ ഫോർമുല വരിക? ടോട്ടൽ നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ. ഒരു മോക്ക് ഡ്രില്ലില് ഒബ്സർവ് ചെയ്യപ്പെട്ടിട്ടുള്ള ആകെ വ്യതിയാനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ് ഇൻറ്റു 100. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് മോക്ക് ഡ്രിൽസ് കണ്ടക്റ്റഡ് എന്നാണ് അർത്ഥം കേട്ടോ. ആകെ എത്ര മോക്ക് ഡ്രില്ല് കണ്ടക്ട് ചെയ്തു അല്ലെ, അതിനകത്ത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ നിന്നും എത്ര വ്യതിയാനങ്ങൾ വന്നിട്ടുള്ള മോക്ക് ഡ്രില്ലുകളുടെ എണ്ണം അല്ലെ, ഇൻറ്റു 100 അല്ലെ. നമ്മൾ പെർസെന്റേജിലാണ് അത് കണക്കാക്കുന്നത്. സോ ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലെ? അപ്പൊ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ്? നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ് ഇൻറ്റു 100. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് ഫോർമുല ഇതാണ്:
പേഷ്യന്റ് ഫാൾ റേറ്റ് കേട്ടോ. ഇതാണ് പേഷ്യന്റ് ഫാൾ റേറ്റ്. വീണു പോകുന്ന, വീഴ്ച സംഭവിക്കുന്ന പേഷ്യൻസുകളുടെ എണ്ണം നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേയ്സ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഇതുപോലെ കണക്കാക്കിയിരുന്നു അല്ലെ. 1000 പേഷ്യന്റ് ഡേയ്സിലാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഒരു ഡൗട്ട് തോന്നാം, പേഷ്യന്റ് ഫാൾ റേറ്റ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും പേഷ്യന്റിന്റെ എണ്ണത്തിൽ വരുന്ന കുറവാണെന്ന്. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. വീഴ്ച സംഭവിക്കുന്ന, വീണു പോകുന്ന പേഷ്യൻസുകളുടെ എണ്ണം. ഇപ്പൊ എന്തെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആയിരിക്കാം അല്ലെ. പക്ഷെ എന്തുണ്ട്, അവിടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ അവർക്ക് എന്തെങ്കിലും ബെഡിൽ നിന്ന് വീഴുകയോ അല്ലെങ്കിൽ ബാത്റൂമിൽ വീഴുകയോ സ്റ്റെയർ കേസിൽ നിന്ന് വീഴുകയോ അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരാം അല്ലെ. അങ്ങനെയുള്ള ഫാളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പേഷ്യന്റ് അതായത് അവരുടെ യഥാർത്ഥ അസുഖം കാരണം കൊണ്ടല്ല, അല്ലാതെ ഇപ്പോ അതെന്തുകൊണ്ട് അങ്ങനെ വീഴാനുള്ള സാധ്യത, വീഴ്ച സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ചിലപ്പോ ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റികളുടെ ആ ഒരു പോരായ്മകൾ കൊണ്ടായിരിക്കാം അല്ലെ. ഇപ്പൊ പ്രോപ്പർ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സിലെ വെളിച്ച കുറവ് മൂലം, അല്ലെങ്കിൽ ഇപ്പൊ ബാത്റൂമിലാണെങ്കിൽ സ്ലിപ്പറി ഫ്ലോറുകളാണെങ്കിൽ ചിലപ്പോൾ വഴിക്ക് വീഴാം, തെന്നി വീഴാം. ചിലപ്പോ ബെഡിന്റെ ആ ഒരു എന്താ പറയാ, എന്തെങ്കിലും എന്താണ് കേടുപാടുകൾ സംഭവിച്ച ബെഡിനാണ് നമ്മൾ പേഷ്യന്റിനെ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ബെഡിൽ വീഴോ അല്ലെങ്കിൽ ബെഡിൽ ഒഴിഞ്ഞു വീഴോ അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പേഷ്യന്റ് ഫാൾ റേറ്റ് ആണ് അവിടെ കണക്കിലെടുക്കുന്നത് കേട്ടോ. എന്താണ് ഫാൾ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഫാൾ എന്താന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ എഴുതിയിട്ടുണ്ട്, എ ഫാൾ ഈസ് ഡിഫൈൻഡ് ആസ് ലോസ് ഓഫ് അപ്രൈറ്റ് പൊസിഷൻ that results in landing on the floor, ground or an object or furniture or a sudden uncontrolled, unintentional, non-purposeful downward displacement of the body to the floor or ground or hitting another object like a chair or stair. കണ്ടോ, നമ്മൾ നേരെ നിൽക്കുന്ന അവസ്ഥയിൽ താഴേക്ക് വീണ് പോകുന്ന അവസ്ഥ അല്ലെ, അതിനെയാണ് നമ്മൾ ഫാൾ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് അല്ലെ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഫോർമുല വരിക? നമ്പർ ഓഫ് പേഷ്യന്റ് ഫാൾസ്, നമ്പർ ഓഫ് പേഷ്യന്റ് ഫാൾസ് അല്ലെ, അതായത് വീണ് പോകുന്ന പേഷ്യൻസിന്റെ, വീഴ്ച സംഭവിക്കുന്ന പേഷ്യൻസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000. നമ്മൾ ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേയ്സ് ആണ് അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000, 1000 രോഗി ദിവസങ്ങൾ അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒന്നാമത്തെ അത് നമുക്ക് കുറെ കൂടെ ആ ഒരു എക്സ്പ്രസ് ചെയ്യാനായിട്ട് അല്ലെ, ദാറ്റ് മീൻസ് ആ ഒരു റേറ്റ് എക്സ്പ്രസ് ചെയ്യാനും നമുക്കൊരു കമ്പാരിസൺ ഒക്കെ എളുപ്പമാക്കാനും വേണ്ടിയിട്ടാണ്. ഡെസിമൽ നമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഹോൾ നമ്പേഴ്സ് ആക്കി മാറ്റാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ തെറ്റില്ല, കാര്യം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേയ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്പർ ഓഫ് പേഷ്യന്റ് ഫാൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് ആണ്. നിയർ മിസ്സസ് എന്താന്നുള്ളത് നമ്മൾ ക്വാളിറ്റി അഷ്വറൻസിൽ പഠിച്ചതാണ് അല്ലെ. അതായത് സംഭവിക്കാൻ സാധ്യതയുള്ള വലിയൊരു അപകടമായിരുന്നു, ഭാഗ്യവശാൽ ഫോർച്ചുനേറ്റ്ലി സംഭവിച്ചില്ല, രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ അല്ലെ. നമ്മൾ പറയുമല്ലോ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് കേട്ടോ. നിയർ മിസ്സസ് കേസുകളുടെ ശതമാനമാണ് നമ്മൾ അവിടെ കണക്കിലെടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നിയർ മിസ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്, എങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. എ നിയർ മിസ് ഈസ് an unplanned event that did not end in injury, illness or damage but had the power to do so. Errors that did not result in patient harm but could have can be classified as a near miss. കണ്ടോ, നിയർ മിസ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ വലിയൊരു പരിക്കിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു നാശനഷ്ടത്തിലേക്ക് സാധ്യതയുള്ള ഒരു എന്താണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് അത് സംഭവിച്ചില്ല, രക്ഷപ്പെടുകയാണ് അല്ലെ. അതുമൂലം ഒരിക്കലും എന്താണ് പേഷ്യന്റിന് ഒരിക്കലും ഒരു എന്താണ് അപകടങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ ഭാഗ്യവശാൽ സംഭവിക്കാതെ പോയി എന്ന് നമ്മൾ പറയില്ല. അത്തരം നിയർ മിസ്സസ് കേസുകളുടെ ശതമാനമാണ്. എങ്ങനെയാണ് ഫോർമുല വരിക? നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നിയർ മിസ്സസുകളുടെ എണ്ണം. ഓക്കെ, എന്താണ് വോയിസിന് ഇഷ്യൂ വരുന്നുണ്ടോ? എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടോ വോയിസിന്? ബാക്കി എല്ലാവർക്കും ഇഷ്യൂസ് വരുന്നുണ്ടോ വോയിസിന്? ഇല്ല, റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ, ഒന്ന് നോക്കാം.
ഓക്കെ, അപ്പോ എന്താണ് ഫോർമുല വരിക? നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നിയർ മിസ്സസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ്, ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസിഡൻസുകളുടെ എണ്ണം ഇൻറ്റു 100. ഇൻസിഡൻസ് എന്ന് തന്നെ പറയുമ്പോൾ എന്താണ്? അതായത് എന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള സംഭവങ്ങൾ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ ഇൻസിഡൻസുകൾ അവിടെ ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആ ഇൻസിഡൻസുകളിൽ എത്ര എണ്ണത്തിൽ നിയർ മിസ്സസ് കേസുകൾ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് ഇൻറ്റു 100. പെർസെന്റേജ് ആണ്, അപ്പൊ ഇൻറ്റു 100 കേട്ടോ. ക്ലിയർ ആയല്ലോ? നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ് divided by number of incidents reported into 100. Okay, clear ആയല്ലോ? Okay അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, അതായത് നമ്മുടെ നീഡിൽ സ്റ്റിക്ക് മൂലം ഉണ്ടാവുന്ന ഇഞ്ചുറികൾ അല്ലെ, ഇപ്പൊ നമ്മളുടെ സൂചികൾ മൂലമൊക്കെ ഉണ്ടാവുന്ന മുറിവുകൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. അങ്ങനെയുള്ള കേസുകളുടെ എണ്ണമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഇസ് എ പെർഫോറേറ്റിംഗ് സ്റ്റാബ് വൂണ്ട് ഫ്രം എ നീഡിൽ or other sharp object that may result in exposure to blood or other body fluid. അല്ലെ, അതെ, ഇപ്പൊ ഈ പറയുന്ന സ്റ്റാഫുകളിൽ നിന്നൊക്കെ സംഭവിക്കാവുന്നതാണ് അല്ലെ. ഏതെങ്കിലും നീഡിലാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റ് മൂലം ഉണ്ടാകുന്ന മുറിവുകളാണ്. ആ മുറിവുകൾ മൂലം ബ്ലഡും അല്ലെങ്കിൽ മറ്റു ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ പുറത്തോട്ട് വരുന്ന എക്സ്പോഷർ ആവുന്ന ആ ഒരു സാഹചര്യങ്ങളാണ് കേട്ടോ. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ആർ വൂണ്ട്സ് കോസ്ഡ് ബൈ നീഡിൽസ് that accidentally puncture the skin. അപ്പൊ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞ മുറിവുകളാണ്, അതായത് ആക്സിഡന്റലി, അതായത് അറിയാതെ സ്കിന്നിൽ ചിലപ്പോൾ എന്തെങ്കിലും മുറിവ് സംഭവിക്കുകയോ അല്ലെങ്കിൽ നീഡിൽസ് മൂലം ഉണ്ടാവുന്ന മുറിവുകൾ, പരിക്കുകൾ, അതിനെയാണ് നമ്മൾ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഫോർമുല വരിക നോക്കിയേ? നമ്പർ ഓഫ് പാരന്ററൽ എക്സ്പോഷേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ് ഇൻറ്റു 1000 എന്നാണ് കേട്ടോ. എന്താണ്? നമ്പർ ഓഫ് പാരന്ററൽ എക്സ്പോഷർ. പാരന്ററൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഈ സംഭവം തന്നെയാണ്, അതായത് ഇഞ്ചക്ഷൻ, ഇൻഫ്യൂഷൻസ്, അതുമൂലം ഉണ്ടാകുന്ന പരിക്കുകൾ, ഇഞ്ചുറീസുകളാണ് കേട്ടോ. അതായത് അതുമൂലം ഇഞ്ചുറി സംഭവിച്ച ബ്ലഡ്, മറ്റു ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ എക്സ്പോഷർ ആവുന്ന കേസുകൾ, അതാണ് അവിടെ പാരന്ററൽ എക്സ്പോഷർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് പാരന്ററൽ എക്സ്പോഷേഴ്സ്, ആകെയുള്ള പാരന്ററൽ എക്സ്പോഷേഴ്സ് സംഭവിച്ചിട്ടുള്ളതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ് ഇൻറ്റു 1000 കേട്ടോ. ഇൻപേഷ്യന്റ് ഡേയ്സിന്റെ എണ്ണം ഇൻറ്റു 1000. നമ്മൾ പേഷ്യന്റ് ഡേയ്സ് 1000 പേഷ്യന്റ് ഡേയ്സിലാണ് കണക്കാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ് ഇൻറ്റു 1000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് 30. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് വരെ ഓക്കെ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് വരുന്നത് കേട്ടോ, അടുത്ത ഫോർമുല ഇതാണ്. appropriate handovers during shift change to be done separately for doctors and nurses per patient per shift. അതായത് നമ്മൾ ഡോക്ടേഴ്സിനും നഴ്സസിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഷിഫ്റ്റ് സമയത്ത് പ്രോപ്പർ ആയിട്ട് ഡോക്ടേഴ്സ് അതുപോലെ തന്നെ നഴ്സസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്നുണ്ട്. അതായത് ഷിഫ്റ്റിംഗ് സമയത്ത് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ എണ്ണം. അതായത് ഇപ്പൊ ഡോക്ടേഴ്സ് അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവരുടെ ഡ്യൂട്ടി മറ്റൊരാൾക്ക് കറക്റ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. നഴ്സസ് ആണെങ്കിൽ അങ്ങനെയാണ് അല്ലെ. ഡേ ടൈം ഡ്യൂട്ടി ഉള്ള നഴ്സ് എന്ത് ചെയ്യാണ്? നൈറ്റ് ഷിഫ്റ്റിലേക്ക് കയറുന്ന നഴ്സിന്റെ അടുത്തേക്ക് അവരുടെ ഡ്യൂട്ടീസ്, മറ്റുള്ള പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡും കാര്യങ്ങളൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു അല്ലെ. അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള, അത് നമ്മൾ ഡോക്ടേഴ്സിനും നഴ്സസിനും പ്രത്യേകം നമ്മൾ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ്. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. ഫോർമുല ഇത്രയേ ഉള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ദെൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ദെൻ അപ്രോപ്രിയേറ്റ്ലി, അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്?
ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ് ഇൻറ്റു 100. അതായത് ഹാൻഡ് ഓവർ ചെയ്യേണ്ട സാഹചര്യങ്ങളുടെ എണ്ണം. ഇപ്പൊ ഹാൻഡ് ഓവർ ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ എല്ലായിടത്തും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നിർബന്ധമില്ല, അല്ലെ? ഹാൻഡ് ഓവർ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ആകെ എത്രയുണ്ട്, അതിനകത്ത് കറക്റ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ നടന്നിട്ടുള്ള കേസുകൾ എത്ര ഉണ്ട്, എല്ലാം കറക്റ്റ് ആയിട്ട് അതുപോലെ പോകണമെന്നില്ലല്ലോ. അതാണ് ഉദ്ദേശിക്കുന്നത്. 10 to 100. ക്ലിയർ ആയോ ഫോർമുല? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ് ഇൻറ്റു 100. നമ്മൾ മറ്റേ ഹാൻഡ് ഹൈജീൻ റേറ്റ് പറഞ്ഞ പോലെയാണ്. അതായത് ഹാൻഡ് ഹൈജീൻ പാലിക്കേണ്ട സാഹചര്യങ്ങളുടെ എണ്ണം എടുക്കാം. അതിനകത്ത് പ്രോപ്പർ ഹാൻഡ് ഹൈജീൻ പാലിച്ചിട്ടുള്ള കേസുകൾ എത്ര ഉണ്ടായിരുന്നു അങ്ങനെയല്ലേ എടുക്കാം. അതുപോലെ തന്നെയാണ് ഇവിടെ. അതായത് ആകെ ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസുകൾ എത്ര ഉണ്ടായിരുന്നു, സാഹചര്യങ്ങൾ എത്ര ഉണ്ടായിരുന്നു, അതിനകത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ എണ്ണം ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, അതിന് പെട്ടെന്ന് ലെഫ്റ്റ് ആയി പോകരുത്. അതെന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇന്നത്തോടുകൂടി നമ്മള് പിരിയും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ലെഫ്റ്റ് ആയി പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് 32 32ാമത്തെ ഫോർമുല ഇതാണ്. കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ് കേട്ടോ. കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ് കേട്ടോ. അതായത് ക്യാപിറ്റൽ ലെറ്ററിന് മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസ് കൃത്യമായിട്ട് നമ്മൾ സാധാരണ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണമെന്നുണ്ട്. അങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുള്ള മെഡിക്കേഷൻ, ക്യാപിറ്റൽ ലെറ്റർ പാലിച്ചുകൊണ്ട് മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസുകൾ എഴുതിയിട്ടുള്ളതിന്റെ എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ മെഡിസിന്റെ പേരുകളും മറ്റുമൊക്കെ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണമെന്നുണ്ട്. ഓക്കെ, അതിപ്പോ എല്ലാവർക്കും അങ്ങനെ ചെയ്യണമെന്നില്ല, അങ്ങനെയാണ് റൂള്. ഓക്കെ, ആ രീതിയിൽ ക്യാപിറ്റൽ ലെറ്റർ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസുകളുടെ എണ്ണമാണ് എടുക്കുന്നത്. ഫോർമുല എന്താ വരിക നോക്കിയേ? ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ള ആകെ പ്രിസ്ക്രിപ്ഷൻസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ്. ആകെ പ്രിസ്ക്രിപ്ഷൻസുകളുടെ എണ്ണം. ആകെ പ്രിസ്ക്രിപ്ഷൻസിൽ എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റർ പാലിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് എത്ര ഉണ്ട് ഇൻറ്റു 100. പെർസെന്റേജ് ആണല്ലോ. സോ ഇൻറ്റു 100. ക്ലിയർ ആയോ? ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ. ആകെ എത്ര പ്രിസ്ക്രിപ്ഷൻസുകൾ ഉണ്ട്, അതിനകത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് പാലിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസുകളുടെ എണ്ണം ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ ആയോ? അത്രയാണ് 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഫോർമുലാസ് നമ്മൾ പഠിച്ചത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 24 വരെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇന്നിപ്പോ നമ്മൾ എടുത്ത ഫോർമുലാസില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകൾ ഞാൻ നമ്പർ പറയാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 28 ഇല്ലേ, 28 മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പേഷ്യന്റ് ഫാൾ റേറ്റ്, ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേയ്സ്, അത് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അത് മാർക്ക് ചെയ്തോളൂ. ഓക്കെ, അതുപോലെ 31ഉം 32ഉം കേട്ടോ. 31ഉം 32ഉം. 31 എന്തായിരുന്നു? അപ്രോപ്രിയേറ്റ് ഹാൻഡ് ഓവേഴ്സ്. ഓക്കെ, 32 കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. ഇത് രണ്ടും മാർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മൾ എടുത്ത ഫോർമുല കഴിഞ്ഞ ദിവസം എടുത്തത് വരെയുള്ളത് ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവർക്ക് കിട്ടാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഇന്ന് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 28, അതുപോലെ 31, 32 ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ കേട്ടോ. അത് നമ്മൾ എവിടെ പഠിച്ചതാണ്? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NABH ഇല്ല, അതിന്റെ തുടക്കം തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്നുകൂടെ വായിച്ച് ഒന്നുകൂടെ അത് നോക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. നോക്കുക, the quality manager in hospital should support the quality assurance program cell at the hospital and be accountable for designing and establishing quality procedures, standards and specifications in hospital. അല്ലെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്.
ഒരു ക്വാളിറ്റി മാനേജർ എന്ന് പറഞ്ഞാല് അദ്ദേഹം ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിന് വേണ്ട എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ പറയുന്ന ഹോസ്പിറ്റലുകളെ ക്വാളിറ്റി സംബന്ധമായിട്ടുള്ള പ്രൊസീജിയറുകള്, പോളിസികള്, സ്റ്റാൻഡേർഡുകള്, സ്പെസിഫിക്കേഷൻസുകള് ഇതെല്ലാം തന്നെ ഫോർമുലേറ്റ് ചെയ്യാനും അതുപോലെ അത് നടപ്പിലാക്കാനും എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത് അല്ലെ. നമ്മള് ക്വാളിറ്റി ഇതൊക്കെ പറഞ്ഞു, ക്വാളിറ്റി അഷുറൻസും ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി സർട്ടിഫിക്കേഷനും ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റും ക്വാളിറ്റി ഓഫ് കെയറും ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇങ്ങനെ ക്വാളിറ്റി സംബന്ധമായിട്ടുള്ള എല്ലാ സേവനങ്ങളും അല്ലെങ്കിൽ ക്വാളിറ്റി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പ്രൊസീജിയറുകളും പോളിസികളും സ്റ്റാൻഡേർഡുകളും ഇതെല്ലാം തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്നതും അതിനെ ശരിയായ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലയബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര് ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. He or she must encourage quality improvement in all the process and procedures of the hospitals and share the reports. ഇദ്ദേഹം എന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ പ്രൊസീജിയറുകളിലും എല്ലാ ഓപ്പറേഷൻസുകളിലായിക്കോട്ടെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എപ്പോഴും എൻകറേജ് ചെയ്യേണ്ട പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് എന്ത് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങൾ അത്രയും ക്വാളിറ്റി ഉള്ളതായിട്ട് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട വ്യക്തി ആരാണ്? ഈ പറയുന്ന ക്വാളിറ്റി മാനേജർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം കീ ജോബ് റെസ്പോൺസിബിലിറ്റി സെയിം അവിടെ പഠിച്ച അതേ പോയിന്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് എക്സെട്ര. അതായത് നമ്മൾ ഈ പറയുന്ന ഇൻഫെക്ഷൻ പ്രിവെൻഷൻസ്, അണുബാധ നിയന്ത്രണങ്ങള്, പിന്നെ സെക്യൂരിറ്റി, ആരുടെ സെക്യൂരിറ്റി? പേഷ്യന്റിന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, പിന്നെ അവരുടെ ഡയറ്ററി സർവീസസ്. ഇനിയുണ്ട് ഒരുപാട് നോൺ ക്ലിനിക്കൽ സർവീസുകൾ അല്ലെ. അതായത് ഇത് നമുക്ക് പറയാൻ ഹൗസ് കീപ്പിംഗ്, അത് മെയിൻ്റനൻസ്, അതൊക്കെ ഓരോ നോൺ ക്ലിനിക്കൽ സർവീസുകളാണ് അല്ലെ. അപ്പോ ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെ ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, ഇൻഫെക്ഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അതിന് പറ്റിയ രീതിയിലുള്ള പ്രോട്ടോകോൾസുകളൊക്കെ എന്ത് ചെയ്യുക? നടപ്പിലാക്കുക. അതുപോലെ പേഷ്യന്റിന്റെ സേഫ്റ്റി സെക്യൂരിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങള്, ഡയറ്ററി സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെ ഒരു മികച്ച അല്ലെ ഒരു നല്ലൊരു ക്വാളിറ്റി അത് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, എൻഷുറിംഗ് ക്ലീൻ സറൗണ്ടിങ്സ്. ദാറ്റ് മീൻസ് എന്താണ്? കീപ് ദ ഹോസ്പിറ്റൽസ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എൻവയോൺമെന്റ്സ് ഓൾവേസ് എന്താണ് കെപ്റ്റ് ക്ലീൻ ആൻഡ് നീറ്റ് അല്ലെ. അതായത് ഹോസ്പിറ്റലിന്റെ ചുറ്റുവട്ടങ്ങള്, ഹോസ്പിറ്റൽ പ്രിമൈസസ് അല്ലെ, ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടുകൾ എപ്പോഴും വളരെ ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് അല്ലെ, ആ സറൗണ്ടിങ്സ് ഒക്കെ ഏറ്റവും ക്ലീൻ ആയിട്ട് എന്താണ് ക്ലീൻലിനെസ് ഒക്കെ ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജർ ആണ്. അതുപോലെ തന്നെ OPD ഏരിയാസ്, വാർഡുകള്, ലേബർ റൂമുകള്, ഓപ്പറേഷൻ തിയേറ്ററുകള് അല്ലെ, ഹോസ്പിറ്റലിന്റെ ചുറ്റുവട്ടം മാത്രമല്ല ഹോസ്പിറ്റലിനകത്തും അല്ലെ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ദാറ്റ് മസ്റ്റ് ബി കെപ്റ്റ് ക്ലീൻ ആൻഡ് നീറ്റ് അല്ലെ. ആ ഒരു അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ ചുറ്റുവട്ടം മുഴുവൻ വളരെ ക്ലീൻ ആയിരിക്കണം, ഹൈജീനിക് ആയിരിക്കണം അല്ലെ. അത് OPD ഏരിയാസ് ആയിക്കോട്ടെ, വാർഡുകളായിക്കോട്ടെ, ലേബർ റൂമുകളായിക്കോട്ടെ, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ എല്ലായിടത്തും അല്ലെ. അത് മാത്രമല്ല ആൻഡ് പേഷ്യന്റ് അമ്യൂണിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസ്. പേഷ്യന്റ് അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? അതായത് സർവീസസ് ആണ് അല്ലെ, നമ്മൾ കൊടുക്കുന്ന സർവീസസ് അല്ലെ, ബേസിക് സർവീസസ് ആണ് അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് അതായത് ടു പ്രൊവൈഡ് ടു ദ പേഷ്യൻസ് ഫോർ ദർ കംഫർട്ട് അല്ലെ, അവരുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റികൾ അല്ലെ, അതാണ് പേഷ്യന്റ് അമ്യൂണിറ്റി സർവീസസ് ആൻഡ് ഫെസിലിറ്റീസ് ദാറ്റ് ഇസ് പ്രൊവൈഡഡ് ഫോർ ദ പേഷ്യൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ദം കൂടുതൽ കുറെ കൂടെ കൺവീനിയന്റ് ആയിട്ട് അല്ലെ, കുറെ കൂടെ കംഫർട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങള് അല്ലെങ്കിൽ ഫെസിലിറ്റീസുകള്, അതിനെയാണ് നമ്മൾ അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് അല്ലെ. അത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഔട്ട്സോഴ്സ്ഡ് സർവീസ്, ചിലപ്പോൾ അവിടെ നിന്ന് ലഭിക്കാത്ത മറ്റു പല സേവനങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമുക്ക് ലഭിക്കാത്ത ചില സേവനങ്ങൾ നമ്മൾ പുറത്തോട്ട് എഴുതി കൊടുക്കും, ഔട്ട്സോഴ്സ് ചെയ്യും അല്ലെ. അപ്പൊ ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുമ്പോഴും നമ്മള് പുറത്തോട്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്ന സേവനങ്ങളായി കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ എവിടെ നിന്നാണോ ലഭിക്കുന്നത് അവിടേക്ക് പേഷ്യൻസിന് എന്ത് ചെയ്യണം? ഡയറക്റ്റ് ചെയ്ത് വിടണം
അല്ലെ? ഓക്കെ, ഒരു എക്സ്റേ എടുക്കാൻ സൗകര്യം ഇല്ലാത്തൊരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഒരു ലാബ് ടെസ്റ്റ് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ലാബ് ടെസ്റ്റ് എക്സ്റേ എടുക്കാൻ പുറത്തേതെങ്കിലും ലാബിലേക്ക് നമ്മൾ റെഫർ ചെയ്യും. അപ്പൊ നമ്മൾ റെഫർ ചെയ്യുന്നതാണെങ്കിലും ഏറ്റവും ക്വാളിറ്റി സർവീസ് കൊടുക്കുന്ന ലാബുകള് അല്ലെങ്കിൽ റേഡിയോളജി സർവീസസിലോട്ട് വേണം പേഷ്യൻസിനെ ഡയറക്റ്റ് ചെയ്ത് വിടാനായിട്ട്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം എപ്പോഴും സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് കെപ്റ്റ് ചെയ്യുക, അതുപോലെ പേഷ്യന്റിന് നല്ല ഫെസിലിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്സോഴ്സ്ഡ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആര് റെസ്പോൺസിബിൾ ആണ്? ക്വാളിറ്റി മാനേജർ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് റീച്ച് അറ്റൈൻ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയകളും അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആയിക്കോട്ടെ, അതുപോലെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ ഏരിയകളും നമ്മൾ പീരിയോഡിക് ആയിട്ട് റെഗുലർ അസസ്മെന്റുകൾ നടത്തിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ കൊടുക്കുന്ന സേവനങ്ങളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പീരിയോഡിക്കൽ ഇവാലുവേഷൻ, റെഗുലർ അസസ്മെന്റ് നടത്തിയിരിക്കണം. അത് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്, ഒരു കൃത്യമായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട്. ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡർഡൈസ്ഡ് ലിസ്റ്റ് ഓഫ് ക്രൈറ്റീരിയാസ് അല്ലെ? അതെ, അതായത് ആ ഒരു ക്വാളിറ്റി നമുക്ക് ഉറപ്പുവരുത്താനുള്ള ഒരു സ്റ്റാൻഡേർഡുകള്, ക്രൈറ്റീരിയാസ് അല്ലെ? ആ ഒരു ചെക്ക് ലിസ്റ്റ്. ഇപ്പൊ പേഷ്യന്റ് സേഫ്റ്റി അല്ലെ, പേഷ്യന്റ് സേഫ്റ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ക്വാളിറ്റി ഓഫ് കെയർ, ഇതൊക്കെ ഓരോരോ എന്താണ് ഓരോരോ ഫാക്ടറുകളാണ്, ഓരോരോ ക്രൈറ്റീരിയാസ് ആണ് അല്ലെ, സ്റ്റാൻഡേർഡുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് റെഗുലർ ആയിട്ടുള്ള അസസ്മെന്റുകൾ നടത്തുക. അതോടൊപ്പം തന്നെ റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി, ഏറ്റവും നല്ലൊരു സ്കോറിലോട്ട്, അതായത് ആ കൊടുക്കുന്ന സേവനങ്ങള് ഏറ്റവും നല്ലൊരു സ്കോറിലോട്ട് എത്തിക്കാനായിട്ട് പ്രയത്നിക്കാം അല്ലെ? അതിനു വേണ്ടിയിട്ട് എന്താണ് പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല സ്കോറിലേക്ക് എത്തും അല്ലെ? അങ്ങനെ ഏറ്റവും ഒരു ടോപ്പ് സ്കോറിലോട്ട് എത്തുന്ന രീതിയിലോട്ട് എന്താണ് ഉയർന്നു വരാൻ, എൻഹാൻസ് ചെയ്ത് വരാനായിട്ട് അതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ, പിന്നെന്താണ് നാലാമത്തെ? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്, ബ്രാക്കറ്റിൽ ഗ്യാപ്പ് അനാലിസിസ് അല്ലെ? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് മീൻസ് എന്താണ്? ഐഡന്റിഫൈ ദ ഇംപ്രൂവ്മെന്റ് ഏരിയാസ് അല്ലെ? അതെ, ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയാസുകൾ ഏതൊക്കെയാണ് എന്നത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഗ്യാപ്പ് തിരിച്ചറിയാന്ന് വെച്ചാൽ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് അത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ടോ ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് മോണിറ്റർ കംപ്ലൈൻസ്. അതിനനുസരിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ ഇൻചാർജിന്റെ നേതൃത്വത്തില് അതെന്ത് ചെയ്യണം? ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുക. അതിന് ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് അത് കൃത്യമായിട്ട്, അതാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ഗ്യാപ്പ് അനലൈസ് എന്ന് വെച്ചാൽ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കാം. ആരുടെ നിർദ്ദേശം അനുസരിച്ച്? ഹോസ്പിറ്റലിലെ ഇൻചാർജ് അല്ലെ? ഹോസ്പിറ്റൽ ഇൻചാർജിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, അദ്ദേഹത്തിന്റെ ഗൈഡൻസിന് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കിയാൽ മാത്രം മതിയോ? പോരാ. പിന്നെ എന്ത് ചെയ്യണം? അത് ശരിയായ രീതിയിൽ അവിടെ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യണം. നമ്മുടെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എല്ലാം കൃത്യമായിട്ട് ആ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ മോണിറ്റർ ചെയ്യണം. പ്ലാൻ തയ്യാറാക്കിയോണ്ട് കാര്യമില്ലല്ലോ, നമ്മളത് കറക്റ്റ് ആയിട്ട് പാലിക്കണം അല്ലെ? എങ്കിൽ മാത്രമാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടതും ആരാണ്? ക്വാളിറ്റി മാനേജറാണ്. ഓക്കെ, ക്ലിയർ? അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് റിലേറ്റഡ് ടു ദ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് സൗകര്യങ്ങൾ ഒരുക്കുക കേട്ടോ. ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് റിലേറ്റഡ് ടു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നതിനായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതുപോലെ തന്നെ ensuring that hospital meets all regulatory compliances like BMW, that means biomedical waste management. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് ഓഫ് സ്റ്റോറേജ് ലൈസൻസ്, AERB റെഗുലേഷൻസ്, ബ്രാക്കറ്റിൽ റേഡിയേഷൻ ലൈസൻസ്. AERBയുടെ ഫുൾ ഫോം നമ്മൾ അവിടെ പറഞ്ഞിരുന്നു, ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്നാണ് കേട്ടോ. ഓക്കെ, എഴുതി വെക്കണോട്ട് അറിയാത്തവര് എഴുതി വെക്കണം. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്നാണ് കേട്ടോ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അപ്പോ
നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റല് എല്ലാവിധ റെഗുലേഷൻസുകളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതും ക്വാളിറ്റിയുടെ ഭാഗമാണ് അല്ലെ. ഇപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ബ്ലഡ് ബാങ്ക് സ്റ്റോറേജ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ചട്ടങ്ങള് അല്ലെ, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതുപോലെ തന്നെ നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത് AERB അല്ലെ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ കൃത്യമായ റെഗുലേഷൻസുകള് പാലിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ പറയുന്നത്. ensuring that the hospital meets all regulatory compliances like PMW, blood bank or storage license, AERB regulations, etc. Okay. ഏഴാമത്തെ പോയിന്റ് ഇതാണ്. Keep a record of non-functional devices and the timeline for its repair along with the AMC for all equipments. AMC എന്താണ്? Annual Maintenance Contract എന്നാണ് കേട്ടോ. അപ്പോ എന്ത് ചെയ്യണം? കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ ഡിവൈസസ്, അതായത് അവിടെ പ്രവർത്തനരഹിതമായിട്ടുള്ള അല്ലെ, ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത ഡിവൈസസുകള്, എക്യുപ്മെന്റ്സുകള്, അതിന്റെ റെക്കോർഡുകള് കീപ്പ് ചെയ്യാം. അതോടൊപ്പം ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ along with AMC for all equipments, എല്ലാ എക്യുപ്മെന്റ്സിനെയും ആനുവൽ മെയിന്റനൻസ് കരാർ ഉൾപ്പെടെ അത് റിപ്പയർ ചെയ്യേണ്ട സമയപരിധി കൂടെ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? രേഖപ്പെടുത്തിയിരിക്കണം അല്ലെ. അതായത് ആ ഒരു ഹോസ്പിറ്റലില് പ്രവർത്തനക്ഷമമല്ലാത്ത ഡിവൈസസുകള് അല്ലെ, അത്തരം ഡിവൈസസുകളുടെയൊക്കെ റെക്കോർഡുകൾ സൂക്ഷിക്കുക. അതിന്റെ ആനുവൽ മെയിന്റനൻസ് കരാർ ഉൾപ്പെടെ അത് റിപ്പയർ ചെയ്യേണ്ട ആ ഒരു സമയപരിധി എന്നാൽ തന്നെ കൃത്യമായിട്ട് അവർക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് എട്ടാമത്തെ പോയിന്റ് ഇതാണ്. പ്ലാനിംഗ് ആൻഡ് വർക്ക്ഔട്ട് മൊഡാലിറ്റീസ് ടുവേർഡ്സ് ദ അപ്ലിഫ്റ്റ്മെന്റ്, പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസ് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന പ്ലാനിംഗ് ആൻഡ് വർക്ക്ഔട്ട് മൊഡാലിറ്റീസ് ടുവേർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ്, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവിധ മെത്തേഡുകളും പ്ലാൻ ചെയ്യാം, എല്ലാവിധ കാര്യങ്ങളും പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസ് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് അല്ലെ. അതായത് എന്ത് ചെയ്യാം? റെഗുലർ മെയിന്റനൻസുകൾ നടത്താം അല്ലെ, റെഗുലർ മെയിന്റനൻസ് ആക്ടിവിറ്റീസുകൾ നടത്താം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന പോലെ ടു പ്രിവെന്റ് ദ എക്യുപ്മെന്റ് ആൻഡ് വെഹിക്കിൾസ് ഫെയിലിയർ അല്ലെ. ഈ പറയുന്ന എക്യുപ്മെന്റ്സുകള് അല്ലെങ്കിൽ അവിടുത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങള് അത് ഫെയിലിയർ ആകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഗുലർ മെയിന്റനൻസുകൾ കണ്ടക്ട് ചെയ്യാം അല്ലെ. അതാണ് പറഞ്ഞ മൊത്തത്തിൽ ഒരു ഹോസ്പിറ്റലിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള മൊഡാലിറ്റീസുകൾ, മെത്തേഡുകൾ പ്ലാൻ ചെയ്യുക. അതിനനുസരിച്ചുകൊണ്ട് ഈ പറയുന്ന എന്താണ് പ്രിവെന്റീവ് മെയിന്റനൻസ് ആക്ടിവിറ്റീസുകൾ കണ്ടക്ട് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസ് ഫെയിലിയർ അല്ലെ. ഈ പറയുന്ന എക്യുപ്മെന്റ്സുകൾ, വെഹിക്കിൾസ് ഒക്കെ ഫെയിലിയർ ആകുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് റെഗുലർ മെയിന്റനൻസുകളും കാര്യങ്ങളൊക്കെ നടത്തുക കേട്ടോ. ഒൻപതാമത്തെ പോയിന്റ് ഇതാണ്. ടു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നല്ല ടു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ ടു ഇൻസ്റ്റാൾ. ഓക്കെ, ടു ഇൻസ്റ്റാൾ ആൻ ഇഫക്റ്റീവ് ഗ്രീവൻസ് റിസൾട്ട് സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് ദ പേഷ്യൻസ്. അതായത് നമ്മൾ ഈ ഹോസ്പിറ്റലിലുള്ള എംപ്ലോയീസിനും അതുപോലെ തന്നെ പേഷ്യൻസിനും അവർക്കെല്ലാവർക്കും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പരാതി പരിഹാര സംവിധാനങ്ങൾ നടപ്പിലാക്കുക അല്ലെ. നമ്മൾ എവിടെ പ്രവർത്തിക്കുമ്പോഴും ചെറിയ ചെറിയ ഗ്രീവൻസസുകൾ അല്ലെ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഗ്രീവൻസ് പലതരത്തിലുള്ള എംപ്ലോയീസിനായാലും ഈ പറയുന്ന പേഷ്യൻസിനൊക്കെ ആയാലും പല പരാതികള് അല്ലെങ്കിൽ മറ്റു പല കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനും അതുപോലെ തന്നെ പേഷ്യൻസിനും രണ്ടു കൂട്ടർക്കും ഒരുപോലെയുള്ള പരാതി പരിഹാര സംവിധാനങ്ങൾ നടപ്പിലാക്കുക. ആരാണ് നടപ്പിലാക്കേണ്ടത്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറാണ്. അതുപോലെ തന്നെ സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS, KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS എന്താണ്? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇപ്പൊ പഠിക്കുന്നുണ്ട് അല്ലെ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് നമുക്ക് പറയാം അല്ലെ. ഹോസ്പിറ്റലിൽ നിന്നെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർ സംവിധാനങ്ങളിലൂടെയാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിന്റെ ആ ഒരു വർക്ക് ഫ്ലോ കുറെ കൂടി ഈസി ആക്കാൻ പറ്റും. കാര്യം പണ്ട് മാനുവലി ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങള് ഇത് നമ്മള് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അതെല്ലാത്തിലും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനും
ഡോക്ടർ കൺസൾട്ട് ചെയ്യാനായാലും ഇൻഷുറൻസ് കാര്യങ്ങൾക്കായി കഴിഞ്ഞാലും അല്ലെ, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഓരോരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കുക, കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ, ദാറ്റ് മീൻസ് പ്രൊവൈഡിംഗ് അപ്ഡേറ്റ്സ് അല്ലെ ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് ആക്ഷൻസ് ടേക്കൺ അല്ലെ, പ്രൊവൈഡിംഗ് ദ അപ്ഡേഷൻസ് അബൌട്ട് ദ സ്റ്റാറ്റസ് ടേക്കൺ അല്ലെ. ഈ പറയുന്ന നമ്മുടെ ഹോസ്പിറ്റലിലെ എന്തൊക്കെ ആക്ഷൻസുകളാണ് എടുക്കുന്നത് അല്ലെ, അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക അല്ലെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആര് ചെയ്യണം? ക്വാളിറ്റി മാനേജർ ചെയ്യണം. ഓക്കെ, സർവീസുകളുടെ ക്വാളിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ ഈ പറയുന്ന മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഒക്കെ ഏറ്റവും സ്ട്രെങ്തൻ ആക്കുക. ദെൻ പ്രൊവൈഡിംഗ് ദ അപ്ഡേറ്റ്സ് അബൌട്ട് ദ സ്റ്റാറ്റസ് ഓഫ് ദ ആക്ഷൻസ് ടേക്കൺ അല്ലെ, എന്തൊക്കെ ആക്ഷൻസ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ എടുത്തിട്ടുള്ളത്, അതിനെ പറ്റി വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ എന്താണ്? കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റി. കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റി, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ അസസിംഗ് അതോറിറ്റി എന്ന് പറയുന്ന NABH പോലെയുള്ള അസസിംഗ് അതോറിറ്റീസുകളാണ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, അക്രഡിറ്റേഷനും മറ്റും കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് വരുന്ന അസസിംഗ് അതോറിറ്റികളെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ, അവരെല്ലാവരും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക. ഓക്കെ, കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി, അതായത് ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി സർവീസുകളെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് വരുന്ന അസസിംഗ് അതോറിറ്റികളെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കാം. ഓക്കെ, പിന്നെന്താണ്? എന്താന്ന് വെച്ചാൽ അവരോടൊപ്പം കൊളാബറേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ എന്താ പറയുക പിന്തുണയും കൊടുക്കേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. 12ാമത്തെ പോയിന്റ് ഇതാണ്, എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. അതുപോലെ തന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളിലുള്ള എംപ്ലോയീസിന്റെ ആ ഒരു എഡ്യൂക്കേഷന് ഉറപ്പുവരുത്തുക. അതായത് ഒരു ഹോസ്പിറ്റലില് എന്താണ് പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ഉണ്ട് അല്ലെ, അവർക്ക് കൊടുക്കുന്ന സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പാലിക്കേണ്ട ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് എന്തുണ്ടാവണം? അറിവുണ്ടായിരിക്കണം, അവയർനെസ് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളെ സംബന്ധിക്കുന്ന എംപ്ലോയീസിന്റെ എഡ്യൂക്കേഷൻ അവയർനെസ് ഉറപ്പുവരുത്തുക, എൻഷുവർ ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. നമ്മളിപ്പോ കുറെ കമ്മിറ്റികളൊക്കെ നമ്മൾ പഠിച്ചു അഷ്വറൻസിൽ അല്ലെ, ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, കോഡ് ബ്ലൂ കമ്മിറ്റി അല്ലെ, ഒരുപാട് കമ്മിറ്റികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റികളാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ കമ്മിറ്റികളെല്ലാം തന്നെ രൂപീകരിക്കുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? അത് ക്വാളിറ്റി മാനേജറാണ്. ഓക്കെ, ക്ലിയർ ആയ പോയിന്റ്? അപ്പോ ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാംസിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രൊസീജിയറുകളും സ്റ്റാൻഡേർഡുകളും ഇതെല്ലാം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതും ഡിസൈൻ ചെയ്യുന്നതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ്, ഇങ്ങനെയൊക്കെയുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ ചുറ്റും പരിസരവും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്, റെസ്പോൺസിബിൾ ആണ്. OPD ഏരിയകളായിക്കോട്ടെ, വാർഡുകളായിക്കോട്ടെ, ലേബർ റൂം ആയിക്കോട്ടെ, അതുപോലെ പേഷ്യന്റിന് ഏറ്റവും നല്ല ഫെസിലിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യുക, ഏറ്റവും ഗുണനിലവാരമുള്ള ഔട്ട്സോഴ്സ്ഡ് സർവീസുകൾ അവർക്ക് റെഫർ ചെയ്യുക. അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് റെഗുലർ ആയിട്ടുള്ള അസസ്മെന്റുകൾ നടത്തുകയും അതിനനുസരിച്ച് നല്ലൊരു സ്കോറിലോട്ട് എത്താൻ ശ്രമിക്കാം. പിന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് വെച്ചാൽ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ ഹോസ്പിറ്റൽ ഇൻചാർജിന്റെ ഗൈഡൻസോടുകൂടി എടുക്കുക. അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാം. അതുപോലെ ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് സൗകര്യങ്ങൾ ഒരുക്കുക. ഹോസ്പിറ്റലിലെ എല്ലാവിധ റെഗുലേഷൻസ്, ഇപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റും ബ്ലഡ് ബാങ്ക് സ്റ്റോറേജുമായിട്ടും അതുപോലെ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോഡിയിലേക്ക് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്
പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തനരഹിതമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ഡിവൈസസുകൾ, റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. അതിന്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഉൾപ്പെടെ അത് റിപ്പയർ ചെയ്യുന്ന സമയപരിധികളും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. പിന്നെ ഒരു ഹോസ്പിറ്റലിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടും അവിടുത്തെ എക്യുപ്മെന്റ്സുകൾ, വെഹിക്കിൾസ് ഒക്കെ ഫെയിലിയർ ആവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഗുലർ മെയിൻ്റനൻസുകളും കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, എംപ്ലോയീസിനും പേഷ്യൻസിനും ഒരുപോലെ പരാതി പരിഹാര സംവിധാനങ്ങൾ, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള പരാതി പരിഹാര സംവിധാനങ്ങൾ നടപ്പിലാക്കുക. ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസുകൾ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സുകളൊക്കെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തിരിക്കണം, they provide the status, അല്ലെ, they provide updates about the status of actions taken, അല്ലെ, അവരെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയിക്കുക. അതുപോലെ അസസിംഗ് അതോറിറ്റികളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ട് എംപ്ലോയീസിന്റെ, സ്റ്റാഫുകളുടെ അവയർനെസ് ഉറപ്പുവരുത്തുക. അതുപോലെ ഹോസ്പിറ്റൽ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും അത് ഓർഗനൈസ് ചെയ്യുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാ പോയിന്റുകളും ഓക്കെ ആണോ? സെയിം പോയിന്റ് ആണ് കേട്ടോ. നമ്മൾ ക്വാളിറ്റി അഷ്വറൻസ് NABH പഠിച്ചില്ലേ? അതിനകത്ത് ക്വാളിറ്റി മാനേജർ ഇല്ലേ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, AMC എന്ന് പറഞ്ഞാല് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്നാണ് കേട്ടോ. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്, നമ്മൾ എക്യുപ്മെന്റ്സുകളൊക്കെ വാങ്ങുമ്പോൾ അത് കറക്റ്റ് മാനുഫാക്ചർ പറയുന്നതിനനുസരിച്ച് അതിന്റെ മെയിൻ്റനൻസ് നമ്മൾ നടത്തണം. ഓക്കെ, ആനുവലി നടത്തണം അല്ലെ. അപ്പൊ ചില വലിയ വലിയ മിഷനറീസ് ഒക്കെ ആവുമ്പോൾ ഓരോ വർഷം അതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന്റെ മാനുഫാക്ചറിന്റെ ഗൈഡൻസ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചത് ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ. ക്വാളിറ്റി എന്താണ്, പിന്നെ ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട 9 കമ്പോണന്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ 9 കമ്പോണന്റുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചത് പെർസ്പെക്റ്റീവ്സ് ആണ്. ഒരു ക്വാളിറ്റീനെ ഓരോരുത്തരുടെ വ്യൂ പോയിന്റിലൂടെ നമ്മൾ നോക്കി മനസ്സിലാക്കി. പിന്നെ അക്രഡിറ്റേഷൻ എന്താണ്, അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ് എന്താണ്, JCA പറ്റി കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ NABH അല്ലെ, JCAയും NABH നിങ്ങൾ എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. പറയാണ്. അതുപോലെ തന്നെ ആ ഒരു ഏഷ്യൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്, അതുപോലെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ, അതൊക്കെ നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം വായിച്ച് ആ ഒരു അതിന്റെ ഫുൾ ഫോം ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കണം കേട്ടോ. ഓക്കെ, അത് JCAയുടെ ഉണ്ട്, അതുപോലെ NABHന്റെ ഉണ്ട്. അപ്പൊ നമ്മളതൊരു കുറെ പ്രാവശ്യം വായിച്ച് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു ഫുൾ ഫോം ഒക്കെ നമ്മുടെ മനസ്സിലോട്ട് വരുള്ളൂ. ഏഷ്യൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്. പിന്നെ നമ്മൾ പഠിച്ചത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ, 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഫോർമുലകളാണ്. ദെൻ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഫോർമുലയൊക്കെ വരുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഫോർമുല ചിലപ്പോ ഡിവിഷന്റെ സ്ഥലത്ത് ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരും. അതുപോലെ into 100 റിസൾട്ട് ചിലപ്പോൾ into 1000 ആയിരിക്കും, ചിലത് 100 ഇടുന്നതില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യാം. നമ്മൾ മൊത്തത്തിൽ കാണുന്നതൊക്കെ എല്ലാം ഒരുപോലെ തോന്നും. ഓക്കെ, അതുപോലെ ന്യൂമറേറ്ററിൽ എന്താണ്, ഡിനോമിനേറ്ററിൽ എന്താണ്, അതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ചെറിയൊരു വേരിയേഷനേ ഉണ്ടാവുള്ളൂ. കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോർമുലകൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. എവിടെയാണ് ഇൻറ്റു വരുന്നത്, എവിടെയാണ് ഡിവിഷൻ വരുന്നത്, ന്യൂമറേറ്ററിൽ എന്താണ്, ഡിനോമിനേറ്ററിൽ എന്താണ്, into 100 ആണോ, into 1000 ആണോ, അങ്ങനെയുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇത് ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ തീരുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ കോഴ്സ് ഏകദേശം അല്ലെ പോർഷൻസ് എല്ലാം തീർന്നു. അപ്പൊ ഞാൻ വെള്ളിയാഴ്ച കയറാനാണ് വിചാരിച്ചത്, പക്ഷെ ഒരു പെട്ടെന്ന് കയറേണ്ടി വന്നു കേട്ടോ. വെള്ളിയാഴ്ചത്തെ എന്റെ ക്ലാസ് അതിലെ കേസ് എടുക്കും കേട്ടോ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സുകളൊക്കെ? നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? എല്ലാം ഫോളോ ചെയ്ത് പോകാൻ പറ്റിയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെയാണ്. അപ്പൊ പിന്നെ നിങ്ങളോട് പ്രത്യേകം എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ നല്ലൊരു ജോലി കിട്ടുന്നത് വരെ ഹാവ് ടു ട്രൈ, എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ.
നല്ലൊരു ജോലിയിലേക്ക് നമുക്ക് എത്തിപ്പെടാം. ജോലിയാണല്ലോ നമ്മുടെ പ്രധാനം, അല്ലെ? പരീക്ഷ എഴുതണം, പാസ്സാവണം, അതൊക്കെ അത് വേണം. എങ്കിലും നമുക്ക് നല്ലൊരു ജോലി അല്ലെ, നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്ത് അല്ലെ അങ്ങനെ പറ്റുന്ന ഒരു നല്ലൊരു ജോലിയിലേക്ക് നമുക്ക് എത്തണം, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക. പിന്നെ എന്താണ് പറയാനുള്ളത്, പലപ്പോഴും ഈ പറയുന്ന പോലെ നമുക്ക് ക്ലാസ്സുകള് പോർഷൻസ് തീർക്കേണ്ട ഒരു ഇതുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് അധികം സംസാരിക്കാനൊന്നും അങ്ങനെ സമയം കിട്ടാറില്ല. സമയം അധികം കിട്ടാറില്ല. പോർഷൻസ് ഒക്കെ തീരുമ്പോഴാണ് നമുക്കൊരു സമാധാനം വരുന്നത്. അതുകൊണ്ടാണ് അധികം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാതിരുന്നത്. പക്ഷെ നല്ല കുട്ടികളാണ്. എനിക്ക് തോന്നുന്നു ഞാനാണ് ഫസ്റ്റ് ജോയിൻ ചെയ്തത്. ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഞാൻ എടുത്തേന്ന് തോന്നുന്നു, അല്ല ഇൻട്രൊഡക്ഷൻ അല്ലേ ഞാൻ എടുത്തത്, ഞാൻ തന്നെയാണ് ഫസ്റ്റ് കയറിയത് ക്ലാസ്സില്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഞാൻ ഗ്രൂപ്പായി പറയാണ്. അതുപോലെ തന്നെ കോൺവൊക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും പറഞ്ഞോട്ടാ. നിങ്ങൾ എനിക്ക് മനസ്സിലാവില്ല പേരുകൾ, കുറച്ച് പേരുടെ ഒക്കെ പേരുകളൊക്കെ എന്നെ മനസ്സിലുണ്ട്. പേര് പറഞ്ഞാൽ മതി കേട്ടോ. കാണും ചിലപ്പോൾ കാണുമ്പോ മനസ്സിലാവില്ലല്ലോ, നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പൊ എന്തായാലും കോൺവൊക്കേഷൻ എന്തായാലും പറഞ്ഞോട്ടാ. അപ്പോഴാണ് എനിക്ക് നിങ്ങൾ എല്ലാവരെയും കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഈ ഒരു ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ഞാൻ ഇന്നും പ്രാർത്ഥിക്കാം കേട്ടോ. ഞാൻ നമ്മള് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവണമെന്ന് എപ്പോഴും വിചാരിക്കാറുണ്ട്. അതിനുവേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും എല്ലാ നന്മകളും ഉണ്ടാവണം. നിങ്ങളുടെ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ സംസാരിക്കണം കേട്ടോ. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, നല്ല കുട്ടികളാണ്. പ്രത്യേകിച്ച് ഒന്നും നിങ്ങളെ പറ്റി പറയാനില്ല. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ ഒന്നും അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൂടെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ ചിലർക്ക് തോന്നും എന്തിനാ, ചില ഓൾറെഡി നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ടാവും. പക്ഷെ അവരെ മാത്രമല്ല, നമ്മളെ അല്ലാത്ത കുട്ടികളെ നമ്മൾ പരിഗണിക്കണമല്ലോ. അതുകൊണ്ടാണ്. പിന്നെ വീട്ടമ്മമാരായിരിക്കും കൂടുതലും വിചാരിക്കണം. ജോലി ചെയ്യുന്നവരുണ്ടാവും, വീടുകളിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെയാണ് നിങ്ങൾ പഠിക്കാനും മറ്റു സമയം കണ്ടെത്തണമെന്നുള്ളത് നമുക്കറിയാം. അപ്പോ അതൊരു വശത്ത് കൂടെ കൊണ്ടുപോകണം. നിങ്ങളുടെ സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. നമ്മൾ എപ്പോഴും ഒരു ജോലിയൊക്കെ ചെയ്ത് സ്വന്തമായിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാകുള്ളൂ, അല്ലെ? അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്. അപ്പോ നിങ്ങള് ഇതുപോലെ തന്നെ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ തന്നെ ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാം കേട്ടോ. നമ്മള് തിയറി പഠിക്കണ പോലെയല്ല, നമ്മളൊരു പ്രാക്ടിക്കലി ചെല്ലുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. തിയറി ഓക്കെ, അതൊക്കെ നമ്മൾ പഠിക്കും, അല്ലെ? ഇതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ കേട്ടോ. അപ്പൊ ജോലിക്കൊക്കെ കയറുമ്പോൾ ആദ്യമൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പല വിധത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കും എല്ലാം. അപ്പൊ നിങ്ങളുടെ സ്കില്ലും, നിങ്ങൾ കഴിവുള്ള കുട്ടികളാണ് എനിക്കറിയാം. ആ ഒരു സ്കില്ലൊക്കെ നല്ലോണം ഉപയോഗിക്കുക. എപ്പോഴും എന്താണ് നന്നായിട്ട് തന്നെ നിങ്ങൾ പെർഫോം ചെയ്യാൻ ഡെലിവർ പോകുമ്പോഴും. അതിപ്പോ ഏതായാലും അതുപോലെ തന്നെ എപ്പോഴും എല്ലാ കാര്യം ചെയ്യുമ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് ചെയ്യാൻ കേട്ടോ. കുറച്ചൊക്കെ ഒരു ദൈവാനുഗ്രഹം കൂടെ വേണമല്ലോ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എന്നും നിങ്ങൾ ഓർക്കുന്നവരില് ഒരു ടീച്ചറിൽ തന്നെ ഓർക്കുക കേട്ടോ. ഓക്കെ, അപ്പം വേറെ ഒന്നും പറയാനില്ല. ആയിട്ട് പഠിക്കാം. പിന്നെ നമ്മൾ കോൺവൊക്കേഷൻ വരുമ്പോ വരാം കേട്ടോ. അപ്പോഴേ എനിക്ക് നിങ്ങളെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം. മിസ് യു. ഓക്കെ ഓക്കെ, ശരി. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് മിസ് ചെയ്യും കുറച്ച്. അതെ, നമ്മൾ ഒരു ബാച്ച് ശരിയാണ്. നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, നമ്മൾ നേരിട്ട് കാണുന്നില്ല. എന്നാലും നമ്മളൊരു 6 മാസമൊക്കെ നിങ്ങളായിട്ട് ഒരു അടുപ്പം വരും നമുക്ക്. അപ്പൊ പിന്നെ കുറച്ച് ദിവസങ്ങൾ ഇപ്പൊ നിങ്ങൾ പോയി കഴിയുമ്പോ നമുക്കൊരു വിഷമം ഫീൽ ചെയ്യും. നെക്സ്റ്റ് ബാച്ച് വരും എങ്കിലും നമുക്ക് ഇങ്ങനെ ഓരോ ബാച്ചിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ 6 മാസത്തെ പരിചയമുള്ളൂ. നമുക്കൊരു മിസ്സിംഗ് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ എനിക്ക് ഫീൽ ചെയ്യും. കുഴപ്പമില്ല. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ശരി, എന്നാ നമുക്ക് വേറെ മൈൻഡും ഇല്ല കേട്ടോ. ഓക്കെ, കോൺവൊക്കേഷന് വരണം കേട്ടോ. അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ശരി. താങ്ക് യു. താങ്ക് യു മാം.